ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതൊരു പ്രോപ്പർ വ്ളോഗിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പെരുമ്പാവൂർ KSRTC നടത്തുന്ന ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചതുരംഗപ്പാറയിലേക്കാണ് പോയത്. ചതുരംഗപ്പാറയിലേക്ക് ഞങ്ങൾ പോകുന്ന വഴി കണ്ട പല സ്ഥലങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി ഇതേപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം KSRTC എത്രയാണ് ഈ യാത്രയ്ക്ക് ചാർജ് ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് എത്ര ടോട്ടൽ എക്സ്പെൻസ് ആയി എന്നതും ഈ യാത്രയ്ക്ക് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ പറയുന്നതായിരിക്കും. KSRTCയിൽ നിന്ന് ഈ ട്രിപ്പിന് ഞങ്ങളുടെ കൂടെ വന്നത് ഇബ്രാഹിം, മാഹിൻ എന്ന 2 ഇക്കമാരാണ്. എല്ലാവരും ഈ വീഡിയോ മൊത്തം കാണണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടിട്ട് വന്നാലോ? ഇതൊരു വലിയ തൂക്കുപാലമാണ്. തൂക്കുപാലത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന മലയും പുഴയൊക്കെ നല്ല രസമാണ്. നേരിമംഗലം ടൗണിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇതാണ് നേരിമംഗലത്തിലെ പാലം. ഈ പാലവും കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ സാധാരണ KSRTC ബസ്സിൽ കാണാത്ത കാര്യം നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഈ KSRTC ബസ്സിൽ വേണമെങ്കിൽ ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, പാട്ട് കേൾക്കാം. അതിന് വേണ്ട സൗകര്യങ്ങൾ ഈ ബസ്സിൽ ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആനേനെ കണ്ടിട്ട് പ്രതിമയായിട്ട് തോന്നിയോ? ആദ്യം എനിക്ക് തോന്നി, പിന്നെയാണ് മനസ്സിലായത് ഇത് റിയൽ ആനയാണെന്ന്. അടുത്തായിട്ട് നമ്മളെത്തിയത് കല്ലാർകുട്ടി ഡാമിലായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ടും പിന്നെ സമയം പോകണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. ഡാം കഴിഞ്ഞ് കണ്ടത് ഈ ഒരു പുഴയാണ്. ഈ പുഴേൻ്റെ പേര് എനിക്കറിയില്ല. ആദ്യമായി ബഡ്ജറ്റ് ടൂറിസം തുടങ്ങിയത് ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ്. ഇപ്പോൾ പല ഡിപ്പോകളിൽ നിന്നും KSRTC ബഡ്ജറ്റ് ടൂറിസം നടത്തുന്നുണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയതേ ഉള്ളൂ. ഇതിപ്പോൾ 9ാമത്തെ ട്രിപ്പാണ്. ചതുരംഗപ്പാറ കൂടാതെ ഗവി പോലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ 50 പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ ഒരു ഫുൾ ബസ് എടുത്ത് ട്രിപ്പുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്മുടി ഡാമിലാണ്. ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് നല്ല പോലെ പേടിയാവും. എനിക്ക് നല്ല പോലെ പേടിയായി. ഇത് ഈ ഡാമിന്റെ ഷട്ടറാണെന്നാ തോന്നുന്നത്. എൻ്റെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ബോറടിച്ചോ? ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി ഇബ്രാഹിമൊക്കെ പറയണ കേട്ടാലോ? എല്ലാവരും 12 മണിയാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. 11 മണിയായി. ഇവിടെ പാർക്കിംഗ് കയറി ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് കൊടുത്തിട്ട് പാർക്കിംഗ് കയറാം. പാർക്കിന് വാഷ്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളത് ഉപയോഗിക്കാം. പിന്നെ കുതിര സവാരി ഉണ്ട്. ആവശ്യമുള്ളവർ കുതിരയിൽ കയറി പറഞ്ഞാൽ മതി, അവർക്ക് പൈസ കൊടുത്താൽ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ലേ? ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഇവിടെ ഒരു ചെറിയ ഫീസ് ഉണ്ട്. KSRTC വരുന്നവർക്ക് 10 രൂപയും അല്ലാതെ വരുന്നവർക്ക് 20 രൂപയും. KSRTC വന്ന 10 രൂപ ലാഭിക്കാമേ. ഇനിയപ്പം ഞാൻ കുതിര സഫാരി ചെയ്തിട്ടേ കാര്യമുള്ളൂ. കുതിര സഫാരി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഒരു റൗണ്ടിന് 100 രൂപയാ. അപ്പനെ ഭ്രാന്താക്കി ആ കാശ് കൊടുത്ത് ഞാൻ കുതിരയെ കയറി. KSRTC വന്നു എന്നും പറഞ്ഞ് അതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല കേട്ടോ.
അതീവ സാഹസികമായി എൻ്റെ കുതിര സഫാരി ഞാൻ പൂർത്തിയാക്കി. എൻ്റെ പൊന്നോ. ഇനി നമുക്ക് പാർക്കിൽ ഇത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് കണ്ടിട്ട് പാർക്കിൽ എന്നെക്കാളും എൻജോയ് ചെയ്യുന്നത് എൻ്റെ അപ്പനും ചേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അവിടുത്തെ പല ആക്ടിവിറ്റീസും ട്രൈ ചെയ്ത് നോക്കി. അതിലൊന്നാണ് അമ്പും വില്ലും. ഇതുകൂടാതെ ഫിഷ് സ്പാ, അങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ട്. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ഫീസും ഉണ്ട്. അങ്ങനെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും പാർക്കിൽ 1 hour ടൈം ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. KSRTC ഇപ്പോൾ കാണാത്ത ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് കാലത്തെ ടിക്കറ്റ് ആണെന്ന് തോന്നുന്നു. വ്യൂ പോയിന്റ് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ആവശ്യമുള്ളവരും ഇപ്പൊ എന്താണ് ഇബ്രാഹിംക്ക പറഞ്ഞതെന്ന് മനസ്സിലായോ? വ്യൂ പോയിന്റ് കാണാൻ പോവാനാ. ഇതാണ് കിളിമാലി വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് ഡാമിൻ്റെ ഒരു പനോറമിക് വ്യൂ കിട്ടും. ഇവിടെ നിന്ന് ഡാമിൽ നടക്കുന്ന ബോട്ടിങ്ങും നമുക്ക് കാണാൻ പറ്റും. ബോട്ടിങ്ങിൽ കയറണമെങ്കിൽ താഴെ ഡാമിൻ്റെ അടുത്ത് പോകണം. ഇനി നമുക്ക് അല്പം മ്യൂസിക് ആയാലോ? ഇതാണ് ശാന്തംപാറ. ഇവിടെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ റേറ്റ് ഒന്നുമല്ല, ഇവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അടുത്തായി നമുക്കൊരു ചേസിങ് വീഡിയോ കണ്ടാലോ? തമിഴ്നാട് ആനവണ്ടീനെ കേരള ആനവണ്ടി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ആനവണ്ടീനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. കേരള ആനവണ്ടിക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ചതുരംഗപ്പാറയിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ആനവണ്ടിക്ക് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാം. അടുത്തതായി ചതുരംഗപ്പാറയുടെ മുകളിൽ ജീപ്പിൽ പോകാം, അതും ഓഫ് റോഡ്. ഓഫ് റോഡിൻ്റെ ഫുൾ വീഡിയോ വേറെ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേട്ടനെ പോലെയുള്ള ഓഫ് റോഡ് ഭ്രാന്തന്മാർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ജീപ്പ് സഫാരിയിൽ അവർ നമ്മളെ 2 ഹിൽ ടോപ്പുകളിൽ കൊണ്ടുപോകും. ഒരാൾക്ക് 150 രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരേ സമയം നമുക്ക് കേരളവും തമിഴ്നാടും കാണാൻ പറ്റും. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല തണുപ്പും കാറ്റുമായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കേരളവും തമിഴ്നാടിൻ്റെയും ബോർഡറിലൂടെയായിരുന്നു ജീപ്പിൽ നമ്മൾ ഈ ഹിൽ ടോപ്പിലേക്ക് വന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൻ്റെ സൈഡാണ്. അവിടെ മൊത്തം മലകളും കാടുകളും നിറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തമിഴ്നാടാണ്. അവിടെ കൂടുതലും ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡും കൃഷി സ്ഥലങ്ങളുമാണ്.
ഇപ്പോൾ നിങ്ങൾ ദൂരെ കാണുന്ന വിൻമില്ല് നിൽക്കുന്ന ഹിൽ ടോപ്പിലേക്കാണ് അടുത്തത് നമ്മൾ പോകുന്നത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാനിത് വളരെ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങളും ഇവിടെ വരുമ്പോൾ ഓഫ് റോഡ് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ അടുത്ത ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് വിൻമില്ലുള്ള ഹിൽ ടോപ്പ്. ഈ ഹിൽ ടോപ്പാണ് ചതുരംഗപ്പാറ എന്നറിയപ്പെടുന്നത്. ഈ ഹിൽ ടോപ്പിലെത്തിയാൽ അവിടുന്ന് നമുക്ക് ഇത്തിരിയും കൂടി നടന്നു കയറാനുണ്ട്. നടന്നു കയറുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം കയറാൻ. കാരണം നമ്മൾ ആ മലയുടെ ഏറ്റവും മുകളിലാണ് എത്തിയിരിക്കുന്നത്. താഴെ വലിയൊരു കുഴിയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പോകുമ്പോൾ, പ്രത്യേകിച്ച് മഞ്ഞും മഴയുമുള്ള സമയത്ത്. ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ലെവൽ ഫീലായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് ലഭിച്ചത്. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വന്ന ജീപ്പിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ജീപ്പിന് മാത്രമല്ല നമ്മുടെ സ്വന്തം വണ്ടിക്കും വരാം. കുറച്ച് റിസ്ക് ആണ്. ഓഫ് റോഡ് ഓടിച്ച് ശീലവും വേണം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓഫ് റോഡ് യാത്ര അവസാനിപ്പിച്ച് ജീപ്പ് ചേട്ടൻ ഞങ്ങളെ അങ്ങനെ ആന വണ്ടിയിൽ അടുത്തെത്തിച്ചു. ബൈ ബൈ. താങ്ക് യു ജീപ്പേട്ട. ഹിയർ ഈസ് അവർ ആനവണ്ടി KL50A1241. ഇത് കോണ്ടാക്ട് നമ്പർ അല്ല കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് ആരംഭിക്കലാമാ. അതിനിടയ്ക്ക് ഞങ്ങൾ ബസ്സിലുള്ള എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു തേയിലത്തോട്ടത്തിൽ. വരണ വരവ് കണ്ട മോനെ, എന്നാ ഒരു ആനച്ചന്തം. ദേ നോക്ക്, അടുത്ത ആനവണ്ടി ടീം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഐഡിയ കോപ്പി അടിച്ചു. അടുത്തായി ഞങ്ങൾ പോയത് ആനയിറങ്ങൽ ഡാമിലാണ്. ഒരാനേനെ കാണാമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ആനേനെ പോയിട്ട് ആനേൻ്റെ പൊടി പോലും ഞാൻ കണ്ടില്ല. ആനേനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞങ്ങൾ ആനവണ്ടിയുടെ മുൻപിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തീർത്തു. ഞങ്ങൾ ആ ഡാം അങ്ങേ എൻഡ് വരെ നടന്നുപോയി കണ്ടു. വൈകുന്നേരം ആയിരുന്നതുകൊണ്ട് തന്നെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡാമിന് നല്ലൊരു ലുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ച് വണ്ടിയിലേക്ക് വന്ന് കയറി. മാഹിനിക്ക അവിടെ വണ്ടിയുടെ അടുത്ത് കാഴ്ചകൾ കണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് മൂന്നാറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഈ തിരിച്ചുള്ള യാത്രയിൽ നമുക്ക് നമ്മുടെ മെയിൻ സർപ്രൈസ് പൊളിച്ചാലോ? ഈ യാത്രയ്ക്ക് KSRTC ഈടാക്കുന്നത് 630 രൂപയാണ് ഒരാൾക്ക്. അതിനകത്ത് നമ്മുടെ ഫുഡ് എക്സ്പെൻസ് ഒന്നും പെടില്ല. അവർ നമുക്ക് ആ നേരത്തെ അവിടെ അടുത്തുള്ള കടകളിൽ നമുക്ക് നിർത്തിത്തരും. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാവുന്നതാണ്. ഈ യാത്ര തുടങ്ങിയത് വെളുപ്പിനെ 6:30 പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ്. തിരിച്ചുള്ള യാത്രയിൽ ഗ്യാപ്പ് റോഡ് വേറെ ലെവലായിരുന്നു. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ അങ്ങനെയുള്ളൊരു സൂപ്പർ വഴി സ്വപ്നങ്ങളിൽ മാത്രം.
അങ്ങനെ ഞങ്ങൾ പോണ വഴിക്കാണ് മറ്റേ ആനവണ്ടി ടീമിനെ ഞങ്ങൾ കണ്ടത്. നമ്മളെ കോപ്പി അടിച്ചവരെ നമ്മൾ കോപ്പി അടിക്കാതിരിക്കുന്നത് മോശമല്ലേ? ഞങ്ങളും വണ്ടി അവിടെ ഒതുക്കി ഒരു ഡാൻസ് അങ്ങ് കാച്ചി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡാൻസ് തീർക്കാതെ മഴ വന്നപ്പോൾ വണ്ടിയിലേക്ക് ഓടിക്കയറി. തിരിച്ചുള്ള ഗ്യാപ്പ് റോഡ് മൂന്നാർ യാത്ര നല്ല സൂപ്പർ മഴയിലൂടെയായിരുന്നു. മഴയുടെ കൂടെ തന്നെ ബസ്സിൽ ഡാൻസ് കളിയും നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നല്ല സൂപ്പർ കോടമഞ്ഞും ഞങ്ങൾക്ക് കമ്പനി തരാൻ വന്നു. ഇനി അതിൻ്റെ മാത്രം ഒരു കുറവും വേണ്ട. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല മഞ്ഞും മഴയും വെയിലും എല്ലാം കൂടി ചേർന്നൊരു സൂപ്പർ യാത്രയായിരുന്നു. ഈ മഞ്ഞിൻ്റെയും മഴയുടെയും ഇടയിൽ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. ഇനിയുള്ള മൂന്നാറിൻ്റെ രാത്രി കാഴ്ചകൾ ഞാനും വീഡിയോ എഡിറ്റിംഗ് ടൈമിലാണ് കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയായി ഞാനും മൂന്നാർ ടൈമിൽ. മൂന്നാറിൽ നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. മൂന്നാർ കഴിഞ്ഞ് വന്ന വഴിക്ക് ഇടയ്ക്ക് ഞങ്ങളൊന്ന് നിർത്തി എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും ഇത്തിരി ഷോപ്പിംഗ് ചെയ്യാനും. അതിനിടയ്ക്ക് എനിക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കിട്ടി. അപ്പോൾ ഞാൻ എണീക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ അടിമാലിയിൽ ഇറങ്ങി. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ യാത്രയ്ക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഉല്ലാസയാത്ര. അങ്ങനെ ഞങ്ങൾ അവസാനം വീടിൻ്റെ മുൻപിൽ വന്നെത്തി. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഇത് കണ്ടക്ട് ചെയ്ത KSRTC കോർഡിനേറ്റർ ഗണേഷ് സാറിനും ടീമിനും എ ബിഗ് താങ്ക്സ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.